അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال الله هذا يوم ينفع الصادقين صدقهم لهم جنات تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك الفوز العظيم. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും മരണം വരെ സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിലയില്ലാതായതും വില നഷ്ടപ്പെട്ടതും സത്യത്തിനാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ ഏത് ഭാഗത്തേക്ക്, ഏത് വിഭാഗത്തെ പരിശോധിച്ചു നോക്കിയാലും കളവും ചതിയും വഞ്ചനയും അസത്യവും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അസത്യത്തിന് കൂട്ടുനിൽക്കാനാണ് എല്ലാവർക്കും താല്പര്യം. സത്യത്തിന്റെ കൂടെ നിന്നാൽ അതൊരു കുറച്ചിലാവും. സമൂഹത്തിനിടയിൽ ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പബ്ലിസിറ്റിയോ പിന്തുണയോ കിട്ടാതാവും. അതുകൊണ്ട് തന്നെ അസത്യം അത് കണ്ണടച്ചിട്ടെങ്കിലും അത് സത്യത്തിനെതിരാണെന്ന് പറയാൻ മടിക്കുന്ന നാവും മാറി നിൽക്കാൻ മടിക്കുന്ന മനസ്സുമാണ് ഇന്നത്തെ മനുഷ്യൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പരീക്ഷണം. കാരണം അസത്യത്തിന്റെ കൂടെ നിന്നാൽ സ്വന്തം കാര്യം നേടാൻ സാധിക്കും. അതല്ലെങ്കിൽ മറ്റൊരാളുടെ ശത്രുത എന്തിനു വെറുതെ വാങ്ങിവെക്കണം? സത്യത്തിന്റെ മുൻപിൽ എന്തിനു മറ്റൊരാൾക്ക് മുൻപിൽ നമ്മൾ പരിഹസിക്കപ്പെടണം എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് സ്വാർത്ഥരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അസത്യം പ്രചരിപ്പിക്കാനും അതിന് കൂട്ടുനിൽക്കാനും പതിനായിരങ്ങൾ ഉണ്ടാകും. പക്ഷേ സത്യത്തിന് കൂട്ടുനിൽക്കാനും പറ്റിപ്പോയ അസത്യത്തെ തിരിച്ച് സത്യത്തിലേക്ക് എത്തിക്കാനും പലർക്കും ആവേശമുണ്ടാവുകയില്ല എന്ന് പലപ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലേറെ കോളിളക്കമുണ്ടാക്കിയൊരു കേസായിരുന്നു ഒരു മാതാവ് സ്വന്തം മകനെ പീഡിപ്പിച്ചു എന്നുള്ളത്. 12 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കുട്ടിയെ, കൗമാരക്കാരനെ ഉമ്മ പീഡിപ്പിച്ചു, ഉമ്മ മോശമായി ദുരുപയോഗപ്പെടുത്തി എന്നതായിരുന്നു വാർത്ത. കേരളത്തിലെ പ്രസിദ്ധരായ കുപ്രസിദ്ധ സുപ്രസിദ്ധ മുഴുവൻ ചാനലുകളും ആ വിഷയം കാണിച്ചു, പലരും ഫോർവേഡ് ചെയ്തു. 4 മാസങ്ങൾക്കിപ്പുറം അതേ പെണ്ണിന്റെ ഭർത്താവ്, ഇതേ ചെറുക്കന്റെ വാപ്പ
ഈ പെണ്ണിന് കോടതിയിലുള്ള ജീവനാംശം തടയാൻ വേണ്ടി കെട്ടിച്ചമച്ചൊരു കഥയായിരുന്നു എന്നറിയുന്ന വാർത്ത പ്രചരിപ്പിക്കാൻ ഒരു ചാനലുകാരനും ഒരു വാട്സപ്പിന്റെ മേധാവിയും ഒരു കൂട്ടരും മുൻപന്തിയിലേക്ക് വന്നിട്ടില്ല. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുരന്തവും. പലപ്പോഴും സ്വന്തം ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു സഹോദരി ഫോൺ ചെയ്യുകയുണ്ടായി. അവർ ചോദിച്ച ചോദ്യം, എന്റെ ഭർത്താവിനെയും കുടുംബത്തെയും ഒരു സത്യം പറഞ്ഞതിന്റെ പേരിൽ അവരെനിക്കെതിരായി എനിക്ക് അല്ലാന്റെ കോപമുണ്ടാകുമോ? കാരണം എന്തെന്ന് അന്വേഷിച്ചപ്പോ ആ കൂട്ടുകുടുംബത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിന്റെ കാരണക്കാരി ഇവളുടെ ഭർത്താവിന്റെ പെങ്ങളാണ്. പക്ഷേ എല്ലാവരും ആരോപണ വിധേയമാക്കിയതും കുറ്റപ്പെടുത്തിയതും ഇതേ പെണ്ണിന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയെ. മൂത്തച്ചിയെ പലരും വളഞ്ഞു നിന്ന് ആക്രമിക്കുന്നതും അറിയാത്ത വിഷയത്തിന്റെ പേരിൽ ആ പെണ്ണിനെ കരയിക്കുന്നതും കണ്ടപ്പോ, കാരണം ആ പെണ്ണൊരു പാവപ്പെട്ട തറവാട്ടിലെ കുട്ടിയാ. ആ പെണ്ണിന് ചോദിക്കാനും പറയാനും ആരും വരാനില്ല. വാപ്പ മരിച്ചുപോയ യത്തീമക്കള്. ആ പെൺകുട്ടിയെ പലരും വളഞ്ഞു നിന്ന് അതിന്റെ പേരിൽ ക്രൂശിക്കുമ്പോ തെളിവ് സഹിതം അനിയന്റെ ഭാര്യ പറഞ്ഞു, അതവരല്ല, നിങ്ങളുടെ അതല്ലെങ്കിൽ ആ വീട്ടിലെ ഭർത്താവിന്റെ പെങ്ങളാണ് വില്ലത്തി എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ ആ സദസ്സെന്ന് ഭർത്താവും കുടുംബക്കാരും ചോദിച്ചു, നീ ഒരു വലിയ ശീലാവതി, എന്നോടാരപ്പ സത്യം പറയാൻ പറഞ്ഞു? സത്യം പറഞ്ഞു കുടുംബത്തിന്റെ ഇടക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണോ ഈ എന്ന് ചോദിച്ചു കുറ്റപ്പെടുത്തുന്ന ഒരു മാനസികാവസ്ഥയാണ് നമ്മളിൽ പലർക്കും പല വിഷയത്തിലും. ഇങ്ങനെ അസത്യത്തിന് മാത്രം കൂട്ടുനിൽക്കുന്നവരുണ്ട്. കച്ചവട, സാമ്പത്തിക, വൈവാഹിക, കുടുംബ രംഗങ്ങളിലൊക്കെ. ഒരു സാധനം വാങ്ങാൻ വേണ്ടി അറിയുന്ന ഒരു സുഹൃത്തിന്റെ കടയിലേക്ക് കയറി ചെന്നു. എനിക്കാവശ്യമുള്ള സാധനം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന ആവശ്യത്തിനാണെന്ന് ഓർമ്മപ്പെടുത്തി. ആ കടയിൽ വിറ്റുപോകാത്തൊരു സാധനം ചൂണ്ടിക്കാണിച്ചതിന്റെ ഉടമ, അറിയുന്ന സ്നേഹിക്കുന്ന നമ്മളുമായി ബന്ധമുള്ള വ്യക്തി പറഞ്ഞു, ഇതെടുത്തോളൂ, കുറച്ച് വില കൂടുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു. അത് കണ്ടപ്പോൾ തന്നെ എനിക്കത് യോജിക്കില്ലെന്ന് തോന്നി. എന്നാലും അദ്ദേഹം നിർബന്ധിച്ചു, അതങ്ങ് പോട്ടെ, അല്ലെങ്കിൽ അത് വാങ്ങിക്കോ എന്ന രീതിയിൽ. പക്ഷേ അതേ ഷോപ്പിൽ നിൽക്കുന്ന പ്രസംഗം മാത്രം കേട്ടിട്ടുള്ള ഒരു മനുഷ്യൻ എൻ്റെ അരികിൽ വന്നിട്ട് അവിടത്തെയുള്ള ചെറുപ്പക്കാരൻ അവിടെ ജോലി ചെയ്യുന്നവൻ പറഞ്ഞു, നിങ്ങളെ ആവശ്യത്തിന് അത് പറ്റില്ല, അതിൻ്റെ ചെറുതു മതി, അതുകൊണ്ട് ചെറുത് വാങ്ങിക്കോ. ഞാനത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് തിരിയുമ്പോഴേക്കും അതിൻ്റെ ഓണറായ മുതലാളി എന്നോട് സത്യം പറഞ്ഞ തൊഴിലാളിക്ക് നേരെ കണ്ണുരുട്ടുന്നു. പിന്നീട് വിളിച്ചന്വേഷിച്ചപ്പോൾ അതിന്റെ പേരിൽ അവന് കുറെ ശകാരം കേൾക്കേണ്ടി വന്നു എന്നും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. ഇതാണ് മനുഷ്യരെ ലോകം. അസത്യത്തിന് കൂട്ടുനിൽക്കാൻ ആളുകൾക്ക് താല്പര്യം. നെറ്റിത്തടത്തിലെ നിസ്കാരത്തായ്മുള്ളത് കൊണ്ട് ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം, ഇടതൂർന്നു നിൽക്കുന്ന താടി രോമങ്ങളിൽ ഒരു ഈമാനിന്റെ കണിക പോലും ഇല്ലാത്ത കാലം, അവിടെയൊക്കെയാ ഇസ്ലാം ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും ഖുലിൽ ഹഖ് വലൗ കാന മുറ. ഖുലിൽ ഹഖ്, നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കണം, സത്യം പറയണം. വലൗ കാന മുറ, അതാർക്കൊക്കെ വെറുപ്പുണ്ടായാലും ഏതൊക്കെ വ്യക്തികൾക്ക് അവജ്ഞതയുണ്ടായാലും നിങ്ങൾ സത്യത്തോടൊപ്പം ഉറച്ചു നിൽക്കണം. പക്ഷേ ഇന്ന് അസത്യത്തിന്റെ ആളുകളാ പലപ്പോഴും. കുടുംബത്തിൽ മധ്യസ്ഥന്മാർ, അതല്ലെങ്കിൽ കുടുംബ വിഷയങ്ങളും സാമ്പത്തിക വിഷയവും സംസാരിക്കുമ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകൾ ആദ്യമേ പറയും, ന്യായം എവിടെയാണോ അവിടെയേ നമ്മൾ നിൽക്കൂ. വേണ്ടപ്പെട്ടവനാണ് മധ്യസ്ഥത്തിന് കൂട്ടിക്കൊണ്ടുപോയതെങ്കിലും അവൻ്റെ ഹക്കില്ലെങ്കിൽ ഞങ്ങൾക്കത് പറയേണ്ടി വരും. അത് പറയുമ്പോൾ ചില ആളുകൾക്ക് മധ്യസ്ഥന്മാരോടൊരു ദേഷ്യം, ഇടക്ക് നിന്ന വ്യക്തികളോടൊരു പാര, അല്ലെങ്കിൽ ഒരു പരദൂഷണം. ഇങ്ങനെ അസത്യം പറയുന്നവരോടാണ് ആളുകൾക്ക് താല്പര്യം. സത്യത്തിനും നീതിക്കും ഒരു വിലയും കൊടുക്കാതെ സമ്പാദിക്കുന്നതിൽ, കുടുംബ വിഷയത്തിൽ ഇടപെടുന്ന പല മേഖലകളിലും നേരും നെറിയും നഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന, ജീവിക്കുന്ന നൂറുകണക്കിന് ആളുകൾ, മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, ആർക്കൊക്കെ വെറുപ്പുണ്ടെങ്കിലും നിങ്ങൾ സത്യം മാത്രമേ പറയാവൂ. ഒരാളെ നിങ്ങൾ പറ്റിക്കുമ്പോൾ, ഒരാളെ നിങ്ങൾ വഞ്ചിക്കുമ്പോൾ, അവൻ നിന്നെ പറ്റിച്ചു, അതല്ലെങ്കിൽ നമ്മൾ അവനെ പറ്റിച്ചു എന്ന ചിന്തയല്ല നിങ്ങൾക്കുണ്ടാവേണ്ടത്. മറിച്ച് അവൻ നിങ്ങളെ എത്രമാത്രം വിശ്വസിച്ചു എന്ന കുറ്റബോധമാ ഉണ്ടാകേണ്ടത്. ഒരു മനുഷ്യനെ വിശ്വസിച്ചത് കൊണ്ടാ ഞാൻ ആ സ്ഥാപനത്തിൽ കയറി ചെല്ലുന്നത്.
ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് കൊണ്ട് അയാളിൽ നിന്ന് ഞാനൊരു നന്മ പ്രതീക്ഷിച്ചത്. ആ വിശ്വാസത്തെയാണ് പലരും ചതിക്കുന്നതും പല രീതിയിൽ പല കോലത്തിൽ നാശത്തിലേക്കും അസത്യത്തിലേക്കും കൊണ്ടുപോകുന്നതും. അതുകൊണ്ട് ആ ലോകത്തിന്റെ തിരുദൂതൻ ഏതൊക്കെ വെള്ളിയാഴ്ച ജുമുഅക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നിട്ടുണ്ടോ അന്നൊക്കെ തന്റെ മുൻപിലിരിക്കുന്ന നൂറുകണക്കിന് സഹാബത്തിനോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം. ആരോടാ റബ്ബിന്റെ വാക്ക്? മുസ്ലിമീങ്ങളോട്, മുഅ്മിനീങ്ങളോട്. ആമനു എന്നാ റബ്ബ് വിളിച്ചത്. വിശ്വാസികളെ, കാഫിരീങ്ങളെ, അമുസ്ലിമീങ്ങളെ, ദീന് പഠിക്കാത്തവരെ എന്നല്ല. ദീന് പഠിച്ച മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം. വഖൂനൂ മഅസ്സാദിഖീൻ, സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങൾ ഉറച്ചു നിൽക്കണം. കഴുത്ത് ഛേദിക്കേണ്ടി വന്നാലും കൈകാലുകൾ വെട്ടിമാറ്റേണ്ടി വന്നാലും വാക്കിന് വില കൊടുക്കണം. വാക്കിന്റെ സത്യത്തിന്റെ കൂടെ നിൽക്കണം എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ പഠിപ്പിച്ചത്. നമ്മൾ ഇടപെടുന്ന ഏത് രംഗത്താണെങ്കിലും, നമ്മളുടെ ഇടപാടുകളിൽ, നമ്മളുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ, അതല്ലെങ്കിൽ കടമിടപാടുകളിൽ, ഏത് രംഗത്തായാലും, കുടുംബജീവിതത്തിൽ, കച്ചവടത്തിൽ, ഒരു വ്യക്തിക്ക് മധ്യസ്ഥം നിൽക്കുമ്പോൾ, ഒരു ത്വലാഖിന് സംസാരിക്കാൻ പോകുമ്പോൾ, ഏതേത് വിഷയത്തിലാണെങ്കിലും നിങ്ങൾ സത്യത്തിന് വേണ്ടി കൂടെ നിൽക്കണം. ആരൊക്കെ പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് വായ്പ തരുന്നവർ, ഓടിച്ചെന്നാൽ 1 ലക്ഷം കൈവലി വെച്ച് തരുന്നവർ, ആരൊക്കെ നിങ്ങളുടെ പിന്നാലെയുണ്ടെങ്കിലും നിങ്ങൾ സത്യത്തിന്റെ കൂടെയേ നിൽക്കാവൂ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുന്നു. പലപ്പോഴും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനോട് ചോദിക്കാറുണ്ടായിരുന്നു, ദാദാ, എന്നെ നീ സത്യവാന്മാരുടെ കൂട്ടത്തിൽ പെടുത്തണം. ഒരു പ്രവാചകനാണ് അത് പ്രാർത്ഥിക്കുന്നത്. മിനൻ നബിയ്യീന വസുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവേ, നീ എന്നെ പ്രവാചകനാക്കിയിട്ടുണ്ടെങ്കിൽ, നബിയാക്കിയിട്ടുണ്ടെങ്കിൽ, എന്നെ സുദ്ദീഖീങ്ങളുടെ കൂട്ടത്തിലും നീ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള സുദ്ദീഖീങ്ങൾക്ക് അല്ലാഹ് സ്വർഗത്തിൽ പ്രത്യേക സ്ഥാനം കൊടുക്കും. അവരൊരു സംഘമായിരിക്കും, സിദ്ദീഖീങ്ങളുടെ സംഘം, സത്യവാന്മാരുടെ സംഘം. ഇവിടെ അസത്യത്തിന്റെ കൂടെയാ ഭൂരിപക്ഷം, സത്യത്തിന് ന്യൂനപക്ഷമേയുള്ളൂ. പക്ഷേ പരലോകത്ത് സത്യത്തിന്റെ കൂടെ ഉറച്ചു നിന്ന ആളുകളെ അല്ലാഹു തആല ഒരു സംഘമായി സ്വർഗത്തിലേക്ക് വിടും. അവരൊരുമിച്ച് ജീവിക്കാൻ ശുഹദാക്കളെ പോലെ, സ്വാലിഹീങ്ങളെ പോലെ, നബിമാരെ പോലെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ പ്രത്യേക പദവിയും റബ്ബിന്റെ സ്ഥാനവും കിട്ടിയവരാണ് സത്യം പറയുന്ന, സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഖാലല്ലാഹു, തീർച്ചയായും അല്ലാഹു പറയുന്നു, ഹാദാ യൗമുൻ യൻഫഉ സ്വാദിഖീന സിദ്ഖുഹും, ഇന്നത്തെ ദിവസം സത്യവാന്മാർക്ക് അവരുടെ സത്യത്തിനുള്ള പ്രതിഫലം ഞാൻ കൊടുക്കുന്നതായിരിക്കും. ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിയൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ ഞാൻ അവർക്ക് സ്ഥാനം കൊടുക്കും. ഖാലിദീന ഫീഹാ അബദാ, അവരതിൽ നിത്യവാസികളായിരിക്കും. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അല്ലാഹു അവരെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അള്ളാന്റെ തൃപ്തി കിട്ടാനുള്ള മാർഗം അല്ലാഹ് ഓർമ്മപ്പെടുത്തുന്നത് സത്യവാന്മാരാവുക എന്നുള്ളതാ. നമസ്കരിക്കുന്നവനും കളവിന് കൂട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ അവൻ സത്യവാനല്ല, അവന്റെ വിശ്വാസത്തിൽ പൂർണ്ണത കൈവരിച്ചിട്ടില്ല. 5 വക്ത് നിസ്കരിക്കുന്നു, ഹറമിൽ പോകുന്നു, ഉംറ ചെയ്യുന്നു, അതല്ലെങ്കിൽ ഇബാദത്തുകൾ എടുക്കുന്നു, നമസ്കാരം മുറ പോലെ, നോമ്പ് മുറ പോലെ നോൽക്കുന്നു, പോരാ, അവൻ സത്യവാനാകണം, സത്യത്തിന്റെ കൂടെ നിൽക്കുന്നവനാകണം. നിസ്കരിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെന്ന് കളവിന് കൂട്ടു നിൽക്കുന്നുണ്ട്, നല്ലോണം നോമ്പ് നിൽക്കുന്നുണ്ട്, എന്തെങ്കിലും സംസാരിക്കാൻ പോകുമ്പോൾ കള്ളത്തരത്തിന്റെ കൂടെയാ നിൽക്കുന്നതെങ്കിൽ അവൻ വിശ്വാസത്തിൽ പൂർണ്ണനല്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇടപെടുന്ന ഏത് വിഷയത്തിലും ഒരു നേരും നെറിയും നമ്മൾ കാണിക്കണം. എങ്ങനെങ്കിലും കുറെ പൈസ ഉണ്ടാക്കണം, നമ്മളെ കാര്യം നേടണം, എന്റെ വിഷയം നടക്കണം എന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ. നമ്മളെ പണത്തിൽ, നമ്മൾ കഴിക്കുന്നതിൽ, നമ്മൾ കുടുംബത്തിന് സമ്പാദിച്ചു കൊടുക്കുന്നതിൽ ഹലാലാവണം, ഒരു നേരുണ്ടാവണം. നേരല്ലാത്ത പണം പല നിലക്കും അല്ലാഹ് കൊണ്ടുപോകും. നേരിനല്ലാതെ സമ്പാദിച്ച സ്ഥാനമാനങ്ങൾ പല കോലത്തിലും അല്ലാഹ് നശിപ്പിച്ചു കളയും. നേരിന്
നിരക്കാത്തതായി സമ്പാദിച്ചതൊന്നും അല്ല നിലനിർത്തിയിട്ടില്ല. പിന്നെന്തേ അല്ല പെട്ടെന്ന് നശിപ്പിക്കാത്തത്? അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാ. അവനൊരു രൂപക്ക് വിലയുള്ള ഒരു കാലം വരും. എവിടെന്ന് റബ്ബേ ഒരു രൂപ എന്നവൻ ചിന്തിക്കും. അന്ന് അവൻ്റെയിലുള്ള ഒന്നും കൂടി അല്ല നശിപ്പിച്ചു കളയും. അങ്ങനെയാ റബ്ബിന്റെ പരീക്ഷണം വരിക. അതുകൊണ്ട് ആ തിരുദൂതൻ പഠിപ്പിച്ചതും ആരാധനകളെ പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് വിഷയം അല്ല സ്വീകരിക്കണോ എങ്കിൽ നിങ്ങൾ സത്യവാന്മാരാകണം. ആ സത്യം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നോടെല്ലാവരും സത്യം കാണിക്കണം, നീതി കാണിക്കണം, എന്നോട് നേര് കാണിക്കണം. അതുപോലെ മറ്റുള്ളവരും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിൽ നിന്ന് അവരത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മളും സത്യവാന്മാരാകുക. ഇന്ന് പല രംഗത്തും അതില്ലാതായിക്കൊണ്ടിരിക്കുന്നു. വിശ്വാസരംഗം നേരും നെറിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലുട്ടാപ്പി കഥകൾ വായിച്ച് ഇസ്ലാമിനെ സോഷ്യൽ മീഡിയകൾക്കും ലോക മനുഷ്യർക്ക് മുൻപിലും പരിഹസിക്കപ്പെടുന്നു ചിലർ. ഫ്ലൈറ്റിനെ പിടിച്ചിറക്കിയവരും അല്ലെങ്കിൽ ഇന്ന് CM മക്കാമിന്റെ കഥകൾ വായിച്ചും കള്ളക്കറാമത്തുകൾ പാടി ഇപ്പോഴും അത് കൊണ്ടു നടക്കുന്നവരുണ്ട്. ഇപ്പോഴും രഹസ്യമായി മാല മൗലൂദുകൾ റാത്തീബുകൾ കുടുംബത്തിൽ വെച്ച് നടത്തുന്നവരുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളിൽ മൗനമായി താല്പര്യം പ്രകടിപ്പിക്കുന്നവരുണ്ട്. എനിക്കത് തെറ്റാണെന്നറിയാം, പക്ഷേ ഞങ്ങളത് ചെയ്യാറുണ്ട്. അതല്ല വിശ്വാസിയുടെ ലക്ഷണം. വിശ്വാസരംഗത്ത് ഇന്നും കത്തപ്പരകൾ കെട്ടി ഖുർആൻ ഓതാൻ ആളെ ക്ഷണിക്കുന്നവരുണ്ട്. വാപ്പ മരിക്കുമ്പോഴേക്കും മൂന്നാഘോഷിക്കാൻ ഭക്ഷണം പാകം ചെയ്യുന്നവരുണ്ട്. ഓരോ ദിവസം ഓരോരുത്തരായി ദമ്മിട്ട ബിരിയാണിയും നെയ്ച്ചോറും പോത്തിറച്ചിയും താറപ്പായ വലിച്ചു കെട്ടി ഭക്ഷണം വിളമ്പലും. ഇതൊക്കെ വിശ്വാസത്തിൽ അസത്യം കൂട്ടിക്കലർത്തല. വിശ്വാസത്തിൽ പോലും സത്യത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അള്ളാന്റെ കണ്ണിൽ അവർ വെറും പമ്പര വിഡ്ഢികളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോക ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തി. നമ്മൾ വിശ്വാസിയാണോ എങ്കിൽ സത്യത്തിന്റെ കൂടെ നിൽക്കണം. അത് ഇസ്ലാമിൽ ഇല്ലാത്തതാണെങ്കിൽ എനിക്കതിനോട് താല്പര്യമില്ല, ഞാനത് അനുവദിക്കുകയില്ല. മനസ്സുകൊണ്ടെങ്കിലും ഞാനത് വെറുക്കും. മരിച്ച വാപ്പാന്റെ ഖബറിന്റെ അടുക്കൽ ആളെ ഓതാൻ ഏൽപ്പിക്കാൻ എന്റെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ യാസീൻ ഓതാൻ, മരിച്ച മയ്യത്തിന്റെ അരികിൽ വെച്ച് യാസീൻ ഓതാൻ അള്ളാന്റെ റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. റസൂല് മരിച്ചപ്പോ ആരാ യാസീൻ ഓതിയത്? അള്ളാന്റെ റസൂലിനെ മറമാടിയപ്പോ, ഖുലഫാഉർ റാഷിദീങ്ങളെ മറമാടിയപ്പോ ഏത് സഹാബത്താ കത്തപ്പര കെട്ടിയത്? അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും മരിച്ചപ്പോ 3 ദിവസം ആരാ നാട്ടുകാരെ വിളിച്ച് ഭക്ഷണം കൊടുത്തത്? അള്ളാന്റെ റസൂലിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആരാ പിന്നാലെ ജാഥ പോലെ തക്ബീർ മുഴക്കിയത്? ഇല്ലല്ലോ. എങ്കിൽ അത് സത്യമാ. ആ സത്യത്തിന്റെ കൂടെ ഞാൻ നിൽക്കും. അതാണ് വിശ്വാസത്തിന്റെ സത്യം. സാമ്പത്തിക രംഗത്ത്, വൈവാഹിക രംഗത്ത്, വിവാഹ രംഗത്ത് അതേ സത്യം നമ്മൾ കാണിക്കണം. ഇന്ന് വിവാഹ രംഗത്ത് പോലും പലരും മറച്ചു വെക്കുകയാണ്. ചിലർക്ക് വിവാഹം ഒരു പരീക്ഷണമാ അല്ലേ? ഓരോരോ ഇടപാടുകളും അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യമുള്ള ചെറുപ്പക്കാരന്റെ ബുദ്ധിസ്ഥിരത അത് മറച്ചു വെച്ച് പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്നു. വിവാഹത്തിന് ശേഷം ഇന്ന് ചെറുപ്പക്കാരന്റെ ബുദ്ധിമാന്ദ്യം കാണുമ്പോ പിന്നെ ആർക്കോ വേണ്ടി ജീവിക്കുന്ന കുടുംബങ്ങൾ. വിവാഹത്തിന്റെ മുൻപ് പ്രേമബന്ധം ഉണ്ടാവുകയും പിന്നീട് അടിയും പിടിയുമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ തട്ടിക്കൊണ്ടുപോകുന്ന കോലത്തിൽ വേറെ നാട്ടിൽ കൊണ്ടുവച്ചിട്ട് ഓന്റെയും ഓളെയും മറ്റൊരുത്തിയുടെയും വിവാഹം കഴിക്കുന്നു. കല്യാണത്തിന്റെ 4 ആഴ്ചകൾക്ക് ശേഷം ഈ ചെട്ടിയ ചെറുപ്പക്കാരൻ അറിയുന്നു ആ പെൺകുട്ടിക്ക് വേറെ ബന്ധമുണ്ടായിരുന്നു. പെൺകുട്ടിന്റെ വാപ്പാക്കറിയാം, കുടുംബക്കാർക്കറിയാം. പിന്നെന്തിനാ കെട്ടിച്ചത്? ഒരു പരീക്ഷണം. പെണ്ണ് കെട്ടിയാ ചിലപ്പം നന്നായി കൂടാന്നില്ലല്ലോ. മറ്റൊരുത്തന്റെ ജീവിതം വെച്ച് അസത്യത്തിന് കൂട്ടുനിന്ന് പരീക്ഷണം നടത്തരുത്. പെണ്ണിന് മാത്രമല്ല മാനഹാനി, ആണിനും ബേജാറുണ്ട്. അവനാന്റെ കെട്ടിയ പെണ്ണ് അങ്ങനത്തെ ഒരു പെണ്ണാണെന്നറിയുമ്പോ ആ പെണ്ണിനെ നന്നാക്കാൻ ശ്രമിച്ച മാതാപിതാക്കളോട് ആ കെട്ടിയ ആണിനും ഒരു ഹൃദയമുണ്ട്, അവനും ഒരു മനസ്സുണ്ട്, അവനും കുറെ സ്വപ്നങ്ങളുണ്ട്. അത് തകർത്തുകൊണ്ടാവരുത് നിങ്ങളുടെ അസത്യത്തിന്റെ കളി, അല്ലെങ്കിൽ നിങ്ങൾ സത്യമാക്കാനുള്ള ഒരു കളി. ഇങ്ങനെ കുടുംബരംഗത്തും അല്ലെങ്കിൽ സാമ്പത്തിക ക്രയവിക്രയ രംഗത്തും ആൾക്കാർക്ക് അസത്യമാ വേണ്ടത്. അളവിൽ കുറവ് വരുത്തുന്നവർ എടുക്കുമ്പം കൂടുതൽ, കൊടുക്കുമ്പം കുറവ്. ഉൽപ്പന്നങ്ങളിൽ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു സഹോദരൻ പറഞ്ഞു, ഞാൻ കല്ലിന് ഓർഡർ ചെയ്തു. എൻ്റെ വീട്ടിന്റെ മുറ്റത്ത് മുൻഭാഗത്ത് ആദ്യം അട്ടിയിട്ട് അവിടുന്ന് അങ്ങോട്ടിട്ടതൊക്കെ
കൈകൊണ്ട് തൊട്ടാൽ പൊടിഞ്ഞു പോകുന്നത്. ഇടക്ക് വാങ്ങിയവനും കമ്മീഷൻ നിന്നവനും ഒക്കെ മുതലുണ്ടാക്കിയിട്ടുണ്ട്. അഥവാ വിശ്വസിച്ച് ഇറക്കുന്നതിന്റെ മുൻപ് കൂലിയും വാങ്ങിപ്പോയി അവസാനം സ്വന്തം മുറ്റത്ത് മഴ നനഞ്ഞപ്പോഴേക്കും കുതിർന്നു പോകുന്ന കല്ല് കണ്ട് ഒരു മനുഷ്യന്റെ നെഞ്ചു പൊട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് പറയുന്നു, മനുഷ്യരെ, ഒരായുസ് മുഴുവൻ നിങ്ങൾ നമസ്കരിച്ചാലും ആ മനുഷ്യന്റെ ഉള്ളിന്റെ ബേജാറ് മാറാത്ത കാലത്തോളം ഒരെണ്ണ പോലും നിങ്ങൾക്ക് ഹലാലാവുന്നില്ല. അസത്യത്തിന് കൂട്ടുനിൽക്കരുത്, കള്ളത്തരം കൊണ്ട് സമ്പാദിക്കരുത്. അങ്ങനെ തന്നെയാ ഉൽപ്പന്നങ്ങളുടെ രംഗത്തും. മാങ്ങ വാങ്ങുന്നോ, 2 എണ്ണം നമ്മൾ എടുത്തിടുമ്പോഴേക്കും 3 കേട് അയാൾ എടുത്തിട്ടുണ്ടാകും. എന്നിട്ട് നമ്മളെ സോപ്പിടാൻ ഒന്നധികം കേടുള്ളത് വെച്ചിട്ട് പറയും, തായ് ഭാഗത്തൊരു ചെറിയ കേടുണ്ട്, പോട്ടെ, എനിക്ക് ഇന്റെ വക. വീട്ടിൽ ചെന്ന് പരിശോധിക്കുമ്പോ ഉൾഭാഗം പൊള്ളയാണെന്നും കേടാണെന്നും അറിയുമ്പോ ചിലർക്ക് അന്നന്നത്തെ കച്ചവടം മതി, അന്നങ്ങ് കഴിച്ചിലായി കിട്ടിയാ മതി എന്ന് ചിന്തിച്ചാ പോരട്ടോ. ആ സമ്പത്ത് മക്കൾ തിന്നുന്നുണ്ട്, ആ മുതല് നമ്മളെ കുടുംബം തിന്നുന്നുണ്ട്. അള്ളാന്റെ അടുത്തത് ഹലാലാവില്ല. അതുകൊണ്ടാ ഇസ്ലാം പഠിപ്പിച്ചതും മാന്യമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, അലൈക്കും ബിസ്സിദ്ഖ്, സത്യസന്ധതയെ പറ്റി ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്കത് നിർബന്ധമാ. നിങ്ങൾക്ക് എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും, ദാരിദ്ര്യം, പട്ടിണി, കഷ്ടപ്പാട് എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കണം. തീർച്ചയായും സത്യസന്ധത നിങ്ങളെ പുണ്യവാന്മാരുടെ കൂട്ടത്തിലേക്ക് എത്തിക്കും. ആ പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടാൽ അത് നിങ്ങളെ അള്ളാന്റെ സ്വർഗത്തിലെത്തിക്കും. എങ്കിൽ നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം, കളവിനെ നിങ്ങൾ ഭയപ്പെടണം. കള്ളത്തരം നിങ്ങളെ തെമ്മാടിയാക്കും, നിങ്ങളെ ഫാജിറാക്കും, തെമ്മാടിയും മ്ലേച്ഛകാരനുമാക്കും. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, കുറെ പൈസ ഉണ്ടാക്കണം, കുറെ ആൾക്കാരെ പറ്റിച്ച് പിന്നെ ഓനെ കാണുമ്പോ മുഖം മറച്ച് നടന്ന് നമ്മുടെ കാര്യവും നമ്മളെ മുതലും നമ്മളെ വീടും ഒക്കെ ഒന്ന് കുളൂസാക്കണം എന്നൊരു ഫാജിറിന്റെ, ഒരു തെമ്മാടിയുടെ മനസ്സായി പോകും. സമ്പാദിക്കുന്നതിലും ഇടപെടുന്നതിലും ഹക്കില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സങ്ങനെ തെമ്മാടിയായി തുടങ്ങും. ഉറപ്പിച്ചോ, ആ തെമ്മാടിത്തമുള്ള മനസ്സ് നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, എന്തനുഭവിക്കുമ്പോഴും അതിൽ അള്ളാന്റെ ഒരു ബർക്കത്ത് ഉണ്ടാവണം. നമ്മൾ അനുഭവിക്കുക, ഇതൊക്കെ പടച്ചോൻ തന്നതാട്ടോ, വലിയ വീടായി, വാഹനായി, സമ്പാദ്യമായി, കച്ചവടം അവിടെ ഇവിടെയൊക്കെ തുടങ്ങി, മക്കള് നല്ല നിലക്ക് പഠിപ്പിച്ചു, മൂത്തോളം 150 പവൻ കൊടുത്ത് കെട്ടിച്ചു. അതല്ല ബർക്കത്ത്. അത് കൊടുത്തതിൽ ഒരണയെങ്കിലും ഹലാലല്ലാത്തതുണ്ടോ? അത് ബർക്കത്തല്ല, അത് പരീക്ഷണമാ, അത് റബ്ബിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാ. എന്ത് ചെറുതാണെങ്കിലും അതിലൊരു ബർക്കത്ത് ഉണ്ടാവണം. അത് വാക്കുകൊണ്ടാണെങ്കിലും പെരുമാറ്റം കൊണ്ടാണെങ്കിലും സമ്പാദ്യം കൊണ്ടാണെങ്കിലും ആ ബർക്കത്താണ് അല്ലാഹ് ഓർമ്മപ്പെടുത്തുന്ന ഹലാലായ സത്യത്തിന്റെ ഹക്കിന്റെ കൂടെയുള്ള ബർക്കത്ത്. അതേ ആഗ്രഹിക്കാവൂ. നമ്മളെ മനസ്സ് നന്നാകുന്നതോടൊപ്പം, അഥവാ നമ്മളുടെ പുറംമോടി നന്നാകുന്നതിന്റെ അപ്പുറം നമ്മളെ മനസ്സാണ് നന്നാവേണ്ടത്. പുറത്തുള്ള ചിരി പുറത്തെ മാംസപേശികൾക്ക് മാത്രം പോരാ. ഒന്ന് വിടർത്തിയാൽ ചിരിച്ചതായി തോന്നും, ഒന്ന് കൂട്ടിപ്പിടിച്ചാൽ ഗൗരവമായി തോന്നും. അതല്ല റബ്ബിന് വേണ്ടത്. വെളിച്ചവും തെളിച്ചവും ഈ മുഖത്തിന്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിനാ ഉണ്ടാവേണ്ടത്. ഹൃദയം ചിരിക്കണം. ഒരാളോട് ഇടപെടുമ്പോ ഞാൻ അവനോട് അന്യായം ചെയ്തിട്ടില്ലെന്ന്, ഞാൻ അവൻ്റേത് അപഹരിച്ചിട്ടില്ലെന്ന്, ഞാൻ എൻ്റെ മക്കൾക്ക് ഹലാലല്ലാത്തത് കൊടുത്തിട്ടില്ലെന്ന് ആ മനസ്സറിഞ്ഞ പുഞ്ചിരിക്കാണ് അല്ലാഹ് പറഞ്ഞ കൂലി. ആ പുഞ്ചിരിയിലേക്ക് എത്തണമെങ്കിൽ സത്യത്തിന്റെ കൂടെ, നേരിന്റെ കൂടെ നിൽക്കുന്ന മുഅ്മിനീങ്ങളാവാൻ പറ്റണം. ഇന്ന് അസത്യമാ വ്യാപകം. സത്യമില്ലാത്തത് പ്രചരിപ്പിക്കാനും അതിന്റെ കൂടെ നിൽക്കാനും ആർക്കൊക്കെയോ വേണ്ടി അസത്യത്തിന്റെ ആളുകളാവുന്നുണ്ട്. ഓരോ എഴുത്തും മെസ്സേജുകളും ഒക്കെ ആൾക്കാർക്ക് കൂട്ടുപിടിക്കാൻ, അസത്യമാണെന്നറിഞ്ഞിട്ടും ജയിക്കാൻ, മറ്റവനെ തോൽപ്പിക്കാൻ, ആളുടെയിൽ ഷോ കാണിക്കാൻ, എനിക്ക് പ്രിയപ്പെട്ടവനെ തൃപ്തിപ്പെടുത്താൻ, ഇതൊക്കെ ദുനിയാവിൽ ആരും ചോദിച്ചിട്ടില്ലെങ്കിലും 6 അടി മണ്ണിൽ ചേർത്ത് വെക്കുന്ന അന്ന് റബ്ബ് ചോദിക്കും. ഓരോ അക്കങ്ങളും ഓരോ അക്ഷരങ്ങളും ഓരോ കാലണയും. അന്ന് നമ്മൾ കരയാതിരിക്കാൻ പ്രിയപ്പെട്ടവരെ സത്യത്തിന്റെ ആളുകളാവുക. സത്യത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ
വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം പത്രത്തിൽ നമ്മളെയൊക്കെ ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു വാർത്തയായിരുന്നു ഇക്കഴിഞ്ഞ ഓണക്കാലഘട്ടത്തിൽ കേരളക്കര കുടിച്ചു തീർത്തത് 786 കോടി രൂപയുടെ കള്ളാണ് എന്നുള്ളത്. ചില ആളുകൾ അതിനെ താരതമ്യപ്പെടുത്തിയത് കഴിഞ്ഞ ബക്രീദിനേക്കാൾ 400 കോടി കൂടുതൽ എന്നായിരുന്നു. ഇന്നും യഥേഷ്ടം മദ്യം ഉപയോഗിക്കുന്നവർ പരസ്യമായി 3 കുടിയന്മാര് ഒരു ദിവസം ഉണ്ടാകുന്നു എന്നാണ് കേരളത്തിലെ സർവേ ഫലം റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു ദിവസം 3 പുതിയ കുടിയന്മാര് കേരളക്കരയിൽ ഉണ്ടാകുന്നു. അതിനേക്കാൾ ഏറെ ഭയാനകം മതവിശ്വാസികളായ ചിലര് പോലും അതിൻ്റെ ലഹരിക്ക് അടിമപ്പെടുന്നു, അതൊക്കെ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പല മുസ്ലിം സമൂഹത്തിലെ ആളുകളും ആഘോഷവേളകളിൽ അല്പം അതൊക്കെ ഒരു ഫാഷൻ, യാത്രകൾക്കിടയിൽ അന്യനാട്ടിലെത്തുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ പല നിലക്കും അതിനെ സമീപിച്ചു കൊണ്ടിരിക്കുന്ന ഭീകരമായ ലഹരിയിലേക്ക് ആനന്ദം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കള്ളു കുടിക്കുന്നവന്റെ വീപ്പ കോപ്പയിൽ പോലും നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, വെള്ളം കുടിക്കരുത് എന്നാണ് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചത്. ഒരു മദ്യപൻ അതല്ലെങ്കിൽ മദ്യത്തിൽ കുളിച്ചവൻ, മദ്യം കുടിച്ചവൻ 40 ദിവസത്തെ അവന്റെ ഇബാദത്തുകൾ, അമലുകൾ അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയരുന്നില്ലെന്നും അതിൻ്റെ അടക്കവൻ മരിച്ചുപോയാൽ അള്ളാഹുവിന്റെ അരികിലേക്ക് അവൻ മൃഗത്തെ പോലെ എത്താതായി പോകുമെന്നും, അഥവാ നാണം കെട്ട ഭൂമിയിലെ മരണത്തിന്റെ ഉത്തരവാദിയാകുമെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മളിൽ പല ആളുകളും, മുസ്ലിം സഹോദരന്മാർ, മദ്യത്തിലേക്ക് പോകാറില്ല. കാരണം നമ്മുടെ മതത്തിൽ നമ്മളത് ഹറാമാക്കിയതുകൊണ്ട്. പക്ഷേ മദ്യത്തെ പോലെ തന്നെയാണ് നമ്മൾ ചുണ്ടിൽ എരിച്ചു തീർക്കുന്ന സിഗരറ്റും. അത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ചിലർ പറയും എനിക്ക് വലിയുള്ളൂ, കുടിയില്ല. ഒരു വലിയ മേന്മയായിട്ടാ ചിലരതിനെ കാണുന്നത്. കുല്ലു മുസ്കരിൻ ഹറാം, അള്ളാഹു ഹറാമാക്കി എന്ന് പറഞ്ഞപ്പം കുല്ലു മുസ്കരിൻ, ലഹരിയാക്കപ്പെടുന്ന മുഴുവനും ഹറാമാണ്. ലജ്നത്തുദ്ദാഇയുടെ ഫത്വയിൽ മുഴുവൻ പണ്ഡിതന്മാരും രേഖപ്പെടുത്തി അത് നാവിനിടയിൽ തിരുകുന്നതും നാവിനടിയിൽ പറ്റിക്കുന്നതും ചുണ്ടിന്റെ മുകളിൽ എരിച്ചു തീർക്കുന്ന പുകച്ചുരുളുകളാണെങ്കിൽ പോലും ലാ തഖ്തുലു അൻഫുസകും, നിങ്ങളുടെ ശരീരം നഷ്ടപ്പെടുത്തുന്നത് മുഴുവനും അത് നിങ്ങൾക്ക് നിഷിദ്ധമാ. ഇന്ന് വലി ഒരു ഫാഷനാ, ഹീറോയിസമാ. ചുണ്ടിലെരിയുന്ന സിഗരറ്റും പുകച്ചുരുളുകളായി വിടലുമൊക്കെ ഒരു വലിയ ഹാപ്പിനെസ് എന്നാ ചിലരുടെ വാഗ്ദാനം. സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്ന പമ്പര വിഡ്ഢികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവസാനം അതിന്റെ ബാധ്യതയും ആർക്കാ? മക്കൾക്ക്, അല്ലെ കുടുംബക്കാർക്ക്. ആയ കാലങ്ങൾ അത്രയും പുകച്ചു ചേർത്ത വാമ്പാനെ കൊണ്ട് അവസാനം 18 ലക്ഷത്തിന്റെ ബാധ്യത മക്കൾക്ക്. ഇങ്ങനെ പല ദുരന്തവും അവരെ കൊണ്ട് കുടുംബത്തിനുണ്ടാവാറുണ്ട്. ഒരാൾ കൈ തന്നാൽ പോലും എടുത്ത ദിവസം മറ്റൊരാൾ കൈ വലിയ കാര്യത്തിൽ തന്നു, പിന്നിന്റെ കൈയിന്റെ മണം പോകാൻ ഞാൻ സോപ്പിട്ട് കൈ കെട്ടി തന്നതാ. ജീവിതത്തിൽ ഏറ്റവും അനുഭൂതിയുടെ ആദ്യ രാത്രി പോലും കെട്ടിയ പെണ്ണിനൊന്ന് ചുംബിക്കാൻ പോലും ചിലർക്ക് പറ്റുന്നില്ല. പെൺമക്കൾ പരാതി പറയുന്നു, നാറിയിട്ട് മുഖാടിപ്പിക്കാൻ പറ്റുന്നില്ല. ഇന്നും എരിഞ്ഞു തീർക്കുന്ന പുകച്ചുരുളുകൾ, നോമ്പ് തുറക്കാൻ കാത്തുക ചിലര്, ബീഡി വലിക്കാൻ. പിന്നെന്ത് വിശ്വാസ മനുഷ്യരെ നമുക്ക് അള്ളാന്റെ മുൻപിൽ പ്രകടിപ്പിക്കാനുണ്ട്? പട്ടിണി കടന്ന നിസ്കരിച്ചതിന്റെ കണക്കോ? ചിലർ പറയും എനിക്കതൊരു ശീലമായി പോയി. മാറ്റാനുള്ളതാ ശീലങ്ങൾ. നമുക്ക് ഉപകാരം ചെയ്യില്ല, നാളെ നമ്മളൊരു ദുരന്തമാവും, ബാധ്യതയാവും എന്നുണ്ടെങ്കിലേ അനുഭവിക്കുന്ന വേദനക്ക് പോലും പടച്ചോന്റെ അടുത്ത് ശിക്ഷയാ. ദുനിയാവിൽ അനുഭവിക്കുന്ന വേദനക്ക് അവസാനം കരട് നശിച്ച് കത്തിപ്പോയ കരടുമായിട്ട് വേദന സഹിച്ച് കിടക്കുമ്പോണ്ടല്ലോ കുടുംബക്കാര് പാവം മോ എന്ന് ബേജാറ് കാണിക്കെങ്കിലും അല്ലയോ അള്ളാന്റെ മലക്കളോ തിരിഞ്ഞു നോക്കൂല. കാരുണ്യത്തിന്റെ ഒരു പ്രാർത്ഥന പോലും സ്വന്തം കരട് നശിപ്പിച്ച, സ്വന്തം ഹൃദയം നഷ്ടപ്പെടുത്തിയ അത്തരക്കാർക്ക് വേണ്ടി റബ്ബിനെ കൊണ്ട് പ്രാർത്ഥിക്കൂല. റബ്ബിന്റെ കാരുണ്യം ഉണ്ടാവൂല.
കാരണം അറിഞ്ഞിട്ടും സ്വയം നശിപ്പിച്ചവരാണ് അവർ. അതുകൊണ്ട് കള്ള് അത് 756 കോടി ഭയങ്കരം എന്നൊന്നും അങ്ങനെ നമ്മൾ പവർ കാണിക്കേണ്ട. അതേപോലെ തന്നെയാണ് ഈ തരത്തിലുള്ള വലിയും എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് ഒഴിവാക്കാൻ എങ്ങനെ സാധിക്കുന്നോ അതിനുവേണ്ടി പരിശ്രമിക്കണം. എനിക്ക് ആ ഒരൊറ്റ ചീത്ത സ്വഭാവമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ ചീത്ത സ്വഭാവം മതി അള്ളാന്റെ നരകത്തിൽ പോകാൻ. കാരണം സ്വന്തം ശരീരം നശിപ്പിക്കലാണത്, കൊല്ലലാണത്. ആ തിരിച്ചറിവ് ഓരോ ചെറുപ്പക്കാർക്കും ഉണ്ടാവണം, രക്ഷിതാക്കൾക്കും ഉണ്ടാവണം. കാരണം കുല്ലു മുസ്കിരിൻ, എല്ലാ ലഹരിയും അത് നിഷിദ്ധമാണ്. അത് ഇന്നത് മാത്രം അത് ഭയങ്കരം ഇത് ചെറുത് എന്നർത്ഥത്തിൽ കാണേണ്ടതില്ല. ഹറാമാക്കിയത് ലഹരിയായത് എല്ലാം ഒരുപോലെ തുല്യമാ എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കണം. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ തെറ്റുകുറ്റങ്ങളും പുറത്ത് നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവെ, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവെ, കുടുംബ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് നാഥ. എല്ലാ കുടുംബങ്ങൾക്കും സമാധാനവും സന്തോഷവും നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് നാഥ. അസുഖം എളുപ്പത്തിൽ ശിഫ നൽകുകയും ആരോഗ്യത്തോടെ ദീർഘായുസോടെ ജീവിച്ചു മരിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹു അഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട് നാഥ. ഈ ഒരു മഹാപകർച്ചവ്യാധി കാരണം പലതുകൊണ്ടും സാമ്പത്തികമായി തകർന്നു പോയവർ, കച്ചവടം പൊളിഞ്ഞു പോയവർ, കടബാധ്യതയിൽപ്പെട്ടവർ, ശാരീരികമായി തകർന്നു പോയവർ, അള്ളാഹുവേ, എല്ലാ സ്വാലിഹായ മുറാദുകളും എല്ലാവർക്കും നീ പൂർത്തീകരിച്ച് നൽകുകയും ഈ ഒരു പ്രതിസന്ധി ക്ഷമയോടെ നേരിടാനും മനസ്സമാധാനത്തോടെ ജീവിക്കാനും ഓരോരുത്തർക്കും നീ തൗഫീക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, അവരുടെ ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. അള്ളാഹുവേ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നിട്ടുണ്ട്. അസുഖം എളുപ്പം ഭേദമാവുകയും ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ എല്ലാവർക്കും തൗഫീക്ക് നൽകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.